ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവ് ശ്രീ ഗോപാലകൃഷ്ണ അഗർവാൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് പരിഭാഷപ്പെടുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ അവറുകളാണ്. भारत माता की, भारत माता की, भारतीय जनता पार्टी, भारतीय जनता पार्टी। साथियों, I am very happy to participate in this Kerala Vijay Yatra. It's a big pleasure for me to meet all of you, and I am happy that the BJP Kerala has given me this opportunity. ഈ കേരള യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എനിക്ക് ഈ അവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. I convey my respect to the esteemed leaders of Kerala, Beju Cherupoka, Advocate Suresh, Rajiv Prasad, and all the other senior leaders and all of you present here who are devoting lot of energy, time for bringing Bharatiya Janata Party to the forefront in Kerala. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിലെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഞാൻ എൻ്റെ ആദരവ് പ്രകടമാക്കുകയാണ്. The whole day today I participated in the yatra. I went to many places. The enthusiasm with which people are acknowledging this yatra, supporting this yatra, and giving the whole time and energy for Bharatiya Janata Party is exemplary. This yatra is not only generating interest in the Kerala alone, but people in Delhi, people all over India are very enthusiastic to see that how BJP in Kerala will perform this time. ഞാൻ ഇന്ന് മുഴുവനായി ഈ യാത്രയുടെ കൂടെയുണ്ട്. ഈ യാത്ര ഉണ്ടാക്കുന്ന ആവേശം, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വികാരം, ജനങ്ങളുടെ പ്രതികരണം, അത് കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ യാത്ര കേരളത്തിന് മാത്രമല്ല ആവേശമുണ്ടാക്കുന്നത്, പ്രതികരണമുണ്ടാക്കുന്നത്. ഡൽഹിയിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ കേരളത്തിൽ നടക്കുന്ന ഈ വലിയ സംഭവത്തെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. Friends, I just want to ask something. You want employment? You want employment? Just say if you want employment, yes. നിങ്ങൾക്ക് തൊഴിൽ വേണമോ? അതാണ് എൻ്റെ ചോദ്യം. വേണമെങ്കിൽ വേണമെന്ന് പറയൂ. നിങ്ങൾക്ക് തൊഴിൽ വേണമോ? You want infrastructure, roads, railways, airports, bridges or not? നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണമോ? നിങ്ങൾക്ക് നല്ല ഹൈവേ വേണമോ? നിങ്ങൾക്ക് നല്ല തീവണ്ടി പാതകൾ പുതിയത് വേണമോ? നിങ്ങൾക്ക് പുതിയ വിമാനത്താവളങ്ങൾ വേണമോ? നിങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമോ? I work in the economic affairs from the party head office. We see lot of industries coming to many states. Does Kerala do not want industries to come here? Does Kerala does not want business to come here? Without business, without industries, without infrastructure, without the roads, etc., no state can progress. ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൽ, സാമ്പത്തിക കാര്യ വകുപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. കേരളത്തിന് വികസനം വേണമെങ്കിൽ, കേരളത്തിന് പുരോഗതി വേണമെങ്കിൽ, കേരളത്തിൽ വ്യവസായവൽക്കരണം നടക്കണം, കേരളത്തിൽ പുതിയ റോഡുകൾ ഉണ്ടാവണം, കേരളത്തിൽ പുതിയ റെയിൽപാതകൾ വരണം, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വരണം. ഇത് വന്നാൽ മാത്രമേ കേരളത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. If this industrial development takes place, this can only be there if the government is corruption free, if the government works for the benefit of the people, if the government resources, money, etc., come to and reach to the last person without any leakages, without any corruptions. ഈ രാജ്യത്ത് കേരളമല്ല, അതെവിടെയാണെങ്കിലും പുരോഗതി ഉണ്ടാവണമെങ്കിൽ സർക്കാരിൻ്റെ പണം അത് കൃത്യമായി എത്തേണ്ടവരിൽ എത്തണം.
ഏറ്റവും അവസാനത്തെ ആളിലും സർക്കാരിന്റെ നിക്ഷേപം പണം എത്തിയാലേ ആനുകൂല്യങ്ങൾ എത്തിയാലേ അഴിമതിയില്ലാതെ അത് കിട്ടേണ്ടവർക്ക് കിട്ടിയാൽ മാത്രമേ ആ സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ. I know that Kerala has lot of knowledge. Kerala has intellectual capital. The people of Kerala has made big mark across the world countries. Not only in the current time, but in ancient time. The Adi Shankaracharya, who was born in Kerala, he had captured the whole world through his knowledge, his vision, his directions. കേരളം ഭാരതത്തിന്റെ ബുദ്ധിപരമായ തലസ്ഥാനമാണ്. അത് ഇന്നും ഇന്നലെയും അങ്ങനെ ആയിരുന്നില്ല, പണ്ടേ അങ്ങനെയാണ്. ഇത് ആദിശങ്കരന്റെ നാടാണ്, ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ച നാടാണ്. ശങ്കരൻ തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ലോകത്തെ കീഴടക്കിയവനാണ്. ഇന്നും ലോകം ആരാധിക്കുന്നു. ആ വൈഭവമൊക്കെ ബുദ്ധിപരമായ വളർച്ചയൊക്കെ കേരളത്തിന് ഇപ്പോഴുമുണ്ട്. For last 50 years, 5 decades, we have seen either LDF or UDF government. What they have done? They have not built any infrastructure. The roads, I have been traveling this time also. You all have been traveling earlier also. I participated in the last Yatra also last time. In these 5 years, the problem of roads has not been solved. The problem of infrastructure has not been solved. FDI, if you look into the other states, if you compare, I come from Uttar Pradesh. In 3 years, Uttar Pradesh under the leadership of Yogi Adityanath ji has made great strides. Uttar Pradesh was considered to be a poor state, backward state. But in 3 years, ease of doing business, implementation of the government scheme, within a short period of 3 years, now Uttar Pradesh is on the second position in the ranking of ease of doing business, ease of living, and ease of implementation of government policies. But I hear that in Kerala, it is at the 20th position. People of Kerala are well educated, well endowed with many entrepreneurship and zeal, etc. But what is lacking is the leadership, the current government which is controlling the Kerala state. സുഹൃത്തുക്കളെ, ഞാൻ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി യാത്ര ചെയ്യുന്നു. കഴിഞ്ഞ യാത്രയിലും ഞാൻ വന്നിരുന്നു. ആ യാത്രയോടൊപ്പം ഞാൻ യാത്ര ചെയ്തിരുന്നു. ഒരു വ്യത്യാസവുമില്ല. വീതി കുറഞ്ഞ റോഡുകൾ, കുണ്ടും കുഴിയുമായ റോഡുകൾ. കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിറകിലാണ്. ബുദ്ധിപരമായി കഴിവിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉന്നത നിലവാരമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ പിറകിലാണ്. ഞാൻ ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽപ്പെട്ട സംസ്ഥാനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 വർഷമായി യോഗി ആദിത്യനാഥ് ജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വൈദ്യുതി ഉൽപാദന രംഗത്ത്, റോഡ് വികസനത്തിൽ, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ. അവിടെ പുതിയ വ്യവസായികൾ വരുന്നു, അന്താരാഷ്ട്ര നിക്ഷേപം വരുന്നു. ഇന്ന് ഉത്തർപ്രദേശ്, ഒരു കാലത്ത് പിന്നോക്കമായിരുന്നു ഉത്തർപ്രദേശ്, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ, അതല്ലെങ്കിൽ വ്യാപാരം വ്യവസായം നടത്താനുള്ള ആ സുഖം കിട്ടുന്ന അവസ്ഥയിൽ ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ്. ഇത്രയേറെ ബുദ്ധിശക്തിയുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യ മേഖലയുടെ പിന്നോക്കാവസ്ഥ കാരണം കേരളം ബിസിനസ് ചെയ്യുന്ന, വ്യാപാരം ചെയ്യുന്ന, വ്യവസായം നടത്തുന്ന കാര്യത്തിൽ 20ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു ഭാരതത്തിൽ. When industries will come, when foreign direct investment will come, when people will set up industries in a state, all India, lot of FDI is coming. We are one of the biggest attractor of FDI in the world. Last year also, and even in this COVID, lot of money is being invested in every state. But the state has to be in line, aligned with the central policy. State will have to build up land banks. State will have to bring conducive environment for industries to set up their industries. There should be no violence. There should be law and order. There should be minimum corruption. The government should take fast decisions. With all this fast decision, corruption-free environment, no leakages in government services, a single point agenda, efficient bureaucracy. These all bring good industrial development, and from that
employment will come. From that, prosperity will come. From that, foreign investment will come. സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിലേക്ക് വലിയ തോതിലുള്ള വിദേശ നിക്ഷേപം വരുന്നു. പക്ഷേ കേരളത്തിൽ വരുന്നുണ്ടോ? കേരളത്തിൽ വ്യവസായങ്ങൾ വരുന്നുണ്ടോ? വിദേശ നിക്ഷേപം വരുന്നുണ്ടോ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഈ വിദേശ നിക്ഷേപം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത്? വിദേശ നിക്ഷേപം വരണമെങ്കിൽ, വ്യവസായവൽക്കരണം നടക്കണമെങ്കിൽ അഴിമതി ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിരിക്കണം നമ്മുടെ ക്രമസമാധാന പാലനം. അക്രമം ഉണ്ടാവാൻ പാടില്ല. അഴിമതിരഹിതമായ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ പട ഇവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. പഴഞ്ചൻ പ്രത്യയശാസ്ത്രങ്ങളെ മുറുകെ പിടിച്ച് നടക്കരുത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പണം അത് മറ്റു വഴികളിലൂടെ ചോർന്നു പോകരുത്. ഇതൊക്കെ സംഭവിക്കാതിരുന്നാൽ ആ സംസ്ഥാനത്ത് വിദേശ നിക്ഷേപം വരും. വിദേശ നിക്ഷേപം വന്നാൽ വ്യവസായങ്ങൾ വരും. വ്യവസായങ്ങൾ വന്നാൽ തൊഴിലുണ്ടാകും. തൊഴിൽ ലഭിച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും, ഐശ്വര്യമുണ്ടാകും. പിന്നെ ജീവിതത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ പിന്നാലെ വരും. പക്ഷേ അഴിമതി ഉണ്ടായാൽ, അക്രമമുണ്ടായാൽ, ഉദ്യോഗസ്ഥ പട അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാൽ, രാഷ്ട്രീയ നേതൃത്വം പഴഞ്ചൻ പ്രത്യയശാസ്ത്രങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നാൽ ഇതൊന്നും വരില്ല. ഇതൊക്കെ ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. അവരൊക്കെ വിദേശ നിക്ഷേപം നേടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളം പിന്നിലായി നിൽക്കുന്നു. COVID was a big crisis. We all suffered from it. Many of our family members, many of our elderly people across India and across the globe. COVID brought us tremendous loss of life and property to many places. But under the dynamic vision and the willpower of the center, Shri Narendra Modi ji, we are successfully overcoming the COVID. But what I hear for Kerala current dispensation is that in spite of being good primary health facilities, because of mismanagement, the COVID crisis has again propping head in Kerala. We hear about Kerala, about this negative news only. We hear, if you see today only, Supreme Court, what it gave a verdict about Shiv Kumar ji, that his involvement in gold scam has to be taken care of. The state government cannot install that investigation. So what we hear about Kerala current dispensation is about the corruption charges. Yes, some time back, Nirmala Sitharaman ji came here. What did he say about the Infrastructure Development Board of Kerala? It is immense into corruption. And the finance minister himself, Thomas Isaac, is in charge of corruption. So even the Pinaravi Vijayan, he himself is involved into gold scam, then Loveleen case on electricity distribution. If these basic amenities like electricity, like COVID, like road construction, or like Hawala transaction, Masala bond, all these show that there is a lot of corruption in the current dispensation leadership and those who are running the Kerala government. സുഹൃത്തുക്കളെ, കോവിഡ് ഉണ്ടായി, ലോകം മുഴുവൻ പകച്ചു നിന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വളരെ വൈദഗ്ധ്യത്തോടു കൂടി കോവിഡിനെ നേരിട്ടു. കോവിഡിനെ നാം വിജയിച്ചു. ഇന്ന് വാക്സിൻ വന്നു, ലോകത്തിന് മുഴുവൻ നാം കയറ്റി അയക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വിജയകരമായി കോവിഡിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു. ഈ കോവിഡ് കാലഘട്ടത്തും ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വരുന്നു. എന്താ കേരളത്തിൻ്റെ അവസ്ഥ? കേരളം വലിയ വായിൽ വർത്താനം പറഞ്ഞു, പക്ഷേ കേരളം പരാജയപ്പെട്ടു. ഇന്ന് ഇന്ത്യ കോവിഡിൽ പരാജയപ്പെട്ടു. ഊർജ മേഖലയിലെ പ്രതിസന്ധി കേരളത്തിലുണ്ട്. ഇവിടെ ഊർജ മേഖലയിലെ അഴിമതി കാണിച്ച് ലാവ്ലിൻ കേസ് ഉണ്ടാക്കി. ഊർജ മേഖലയിലെ വികസന തടസ്സം നിന്നു. എല്ലാ കാര്യത്തിലും അഴിമതി നടക്കുന്നു. ഇവിടെ അടുത്ത ദിവസം നിർമ്മല സീതാരാമൻ ജി വന്നു.
അവരിവിടെ വന്നിട്ട് പറഞ്ഞു, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം കേന്ദ്ര ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ തട്ടിപ്പ് നടക്കുന്നു, പദ്ധതിയുടെ പണം ചോർന്നു പോകുന്നു. ഇവിടുത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ വേണ്ടി വികസനം കൊണ്ടുവരാൻ, പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ വിഷയങ്ങളിലാണെങ്കിലും ഈ രാജ്യം മുഴുവൻ കേരളത്തെ ഇന്ന് നോക്കുന്നത് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്ന, മോശമായ വാർത്തകൾ വരുന്ന ഒരു പ്രദേശമായിട്ടാണ് കേരളത്തെ നോക്കിക്കാണുന്നത്. LDF is completely seeped into corruption. We have all seen this last 5 years. What they have done, they are one case after another, they are seen in corruption. And instead, what is the communist ideology? Ultimately, they don't have an economic vision. Without economy, the state or the country cannot progress. What they say, they just believe in distribution of wealth. Where the wealth will be created, how economy will grow, where the money will come for the government to implement various schemes. They are not at all worried. And what they are worried is about complicating the Sabrimala case, propagating appeasement, love jihad case, not tackling those issues which are very important for every common man. Neither they are controlling the love jihad issue, neither they are resolving the Sabrimala issue, and they are complicating them. And ultimately, what communist ideology is, just distribute poverty. If you cannot bring the people, if you do not have the capacity of uplifting the economic status of the people, just bring them down, those who are achieved. That is the distribute poverty. And therefore, communism has failed across the globe. In India also, we don't find any place except some points here in Kerala. It is time that we move away from this ideology, which is a failed economic ideology, which does not bring justice, social justice, which it propagates in words at the ground level to the common man. സുഹൃത്തുക്കളെ, ഇവിടെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 5 വർഷമായി ഭരിക്കുന്നു. എന്താണ് അവർ ചെയ്തത്? പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ശബരിമല വിഷയത്തിൽ നാം കണ്ടു, ഒരു ചെറിയ വിഷയമുണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വോട്ടെടുപ്പിന് വേണ്ടി അത് മുതലാക്കുന്നു. ലവ് ജിഹാദ് ഉണ്ട് ഇവിടെ. ലവ് ജിഹാദ് വിഷയം. സുഹൃത്തുക്കളെ, ഇവിടെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 5 വർഷമായി ഭരിക്കുന്നു. എന്താണ് അവർ ചെയ്തത്? പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ശബരിമല വിഷയത്തിൽ നാം കണ്ടു, ഒരു ചെറിയ വിഷയമുണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വോട്ടെടുപ്പിന് വേണ്ടി അത് മുതലാക്കുന്നു. ലവ് ജിഹാദ് ഉണ്ട് ഇവിടെ. ലവ് ജിഹാദ് വിഷയം പരിഹരിക്കുന്നതിന് പകരം അതും വോട്ടിന് വേണ്ടി അവർ സങ്കീർണമാക്കുന്നു. ഒരു വിഷയവും പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നിലവിലുള്ള വിഷയങ്ങൾ സങ്കീർണമാക്കുകയാണ് ഇവരുടെ സാമ്പത്തിക കാഴ്ചപ്പാട് എന്താണ്? സാമ്പത്തിക കാഴ്ചപ്പാട് ഇവർ പറയുന്നത് സമ്പത്ത് പങ്കുവെക്കുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസം എന്ന പ്രത്യേക പങ്കുവെക്കുന്നത് ദാരിദ്ര്യമാണ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും അവർ നീക്കം ചെയ്യപ്പെട്ടു. ലോകത്തെ എല്ലാ സ്ഥലത്തും അവർ നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പൊ കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നാട്ടിൽ ഐശ്വര്യം വേണമെങ്കിൽ ഇവരെ മാറ്റണം. ഈ ലോകം മുഴുവൻ നിരാകരിച്ച ഈ പ്രത്യയശാസ്ത്രത്തെ ഒഴിവാക്കാനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ലവ് ജിഹാദിന്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ കാര്യത്തിലുമൊക്കെ ശക്തമായ തീരുമാനമെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിങ്ങൾ നിൽക്കാൻ തയ്യാറാവണം. One side is LDF and the other side is what? UDF. The Congress party, here it is fighting communism and aligning with Indian Muslim, aligning with Communist party. They are again talking of secularism but aligning with Muslim fundamentalists. So there is no clarity in the ideology of UDF. We see how Rahul Gandhi and other people talk, though they don't understand what is the problem with China, how India is tackling the Chinese problem, how Pakistan issue is being tackled.
Amit Shah ji, they don't take a nationalist stand and align their own statements are quoted at an international forum like United Nations and other forums by anti-India force. So there is no clarity on the ideological side in the Congress. They have ruled for the country almost 60 years. But what has happened? The national problems have not been solved and they have been further aggravated. സുഹൃത്തുക്കളെ, മറുഭാഗത്ത് UDF ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുമായി വിരോധത്തിലാണ്. പക്ഷെ പശ്ചിമ ബംഗാളിൽ അവർ കമ്മ്യൂണിസ്റ്റുമാരുമായി സഖ്യത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അവിടുത്തെ സഖ്യത്തിൽ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടന കൂടി ആ സഖ്യത്തിലുണ്ട്. ഇവിടെ തന്നെ അവർ മുസ്ലിം ലീഗുമായി സഖ്യത ചൈനീസ് വിഷയത്തിൽ, പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ, ഈ വിഷയത്തിൽ, അതുപോലെ തന്നെ 370 വകുപ്പിന്റെ കാര്യത്തിൽ, കാശ്മീർ വിഷയത്തിൽ, രാജ്യത്തിന്റെ ഈ വിഷയങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാർ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. ചൈനയെ തന്ത്രപരമായി മോദി സർക്കാർ നേരിടുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, കാശ്മീർ വിഷയത്തിലൊക്കെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ എടുത്ത് ഉയർത്തി കാണിക്കുന്നത് UDF no vision, no direction, no nationalist stand, one side, and second is LDF, which is seeped into processes, says yesterday only this report came that 65% of the current dispensation of MLAs are having criminal charges against them. 65% of the MLAs have criminal charges against them, and out of that 21% have serious criminal charges against them. Those who are seeped into corruption and criminal activities, can they bring prosperity to the state? 90% of the current MPs from the Kerala state have a serious criminal charges against them. This is the state of corruption and criminality involved into the. It is time to overthrow them. It is time to just negate them and come out and go for a prosperous and new government. ഈ UDF ഇത്തരത്തിൽ ദിശയില്ലാതെ, കാഴ്ചപ്പാടില്ലാതെ രാജ്യവിരുദ്ധ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവർക്കാണെങ്കിൽ അഴിമതിയുടെ വലിയൊരു ചരിത്രമുണ്ട്. LDF ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിത്താണിരിക്കുന്നു. MLAമാരിൽ 65% ആളുകളുടെ പേരിലും ക്രിമിനൽ കേസുകളുണ്ട്. അതിൽ തന്നെ 21% ആളുകളുടെ പേരിൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട്. MPമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള 90% MPമാരുടെ പേരിലും അതിഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതികളായ ആളുകൾക്ക് കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ, നല്ല കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇവർക്കിത് സാധ്യമല്ല. അതുകൊണ്ട് ഇത് സമയമായിരിക്കുന്നു, ഇത് രണ്ടും മാറ്റാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് പുതിയ രീതിയിൽ ചിന്തിക്കണം, പുതിയ കാഴ്ചപ്പാടുകൾ വേണം. ഇന്ത്യ മുന്നേറുമ്പോൾ കേരളവും മുന്നേറണം. അതിന് തീരുമാനമെടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. BJP friends, BJP has dedicated leadership and committed leadership in Calcutta. All our local leaders, all our state leaders, all our national leaders are deeply involved into social activities, welfare of the common people. You must have seen BJP at the national level and state level, how they work to bring happiness and welfare to the people during this COVID crisis. People have worked for the benefit of the people. So there is a marked difference between LDF, UDF and BJP leadership at the state level, at the central level. Center has a visionary leadership under Shri Narendra Modi ji. His leadership is being acknowledged across the world. Yesterday WHO and other places have praised
how under Modi ji's leadership, India has successfully overcome the COVID crisis. We are not only dealing with COVID and giving vaccine to the people of the country, but even exporting it to many places of the world. Even China, which is extremely adversary to us, had to praise the vaccine diplomacy of the country. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി നിങ്ങളൊന്ന് നോക്കൂ. ബി.ജെ.പിക്ക് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും കാഴ്ചപ്പാടുള്ള, ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള, ജനങ്ങൾക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അവരെ സഹായിക്കുന്ന നേതൃത്വമുണ്ട്. നാം കണ്ടതാണ് കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ജനങ്ങളെ എങ്ങനെ സഹായിച്ചു എന്നുള്ളത്. നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിയാണ്. എന്തൊരു പ്രമുഖനായ, എത്രയ്ക്കും വലിപ്പമുള്ളൊരു നേതാവാണ്, എത്രയ്ക്കും ബഹുമാനിക്കപ്പെടുന്നൊരു നേതാവാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തെ ഇന്ന് അംഗീകരിക്കുന്നു. എന്താ കാരണം? നമ്മുടെ വാക്സിൻ നയതന്ത്രം. ഇന്ന് വാക്സിൻ കണ്ടുപിടിച്ച, അത് വികസിപ്പിച്ചെടുത്ത ഭാരതം ഇന്ത്യയിൽ മാത്രമല്ല വാക്സിൻ പ്രയോഗിക്കുന്നത്, നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് നാം വാക്സിൻ കയറ്റി അയക്കുന്നു. ലോകാരോഗ്യ സംഘടന കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഇതാ നരേന്ദ്രമോദി ലോകത്തിന് നേതാവായി വളർന്നിരിക്കുന്നു എന്ന്. ചൈന വരെ, നമ്മുടെ എതിരാളിയായ ചൈന വരെ പറഞ്ഞു ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം അത് കണ്ടുപഠിക്കേണ്ടതാണെന്ന്. അത്തരത്തിലുള്ള മഹത്തായ നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ബി.ജെ.പി. ആണ് നമ്മൾക്ക് ബദലായി മുന്നോട്ട് വെക്കാനുള്ളത്. I know people of Kerala are very intelligent, well educated. We have the intellectual capital, and that is recognized across the world. They understand the things. Therefore, I have been talking some important issues. The vision of Narendra Modi ji can be implemented and felt in the state when we have a double engine growth. When the state aligns with the central policies, implement their policies of Ayushman Bharat efficiently without corruption, Pradhan Mantri Kisan Samman Nidhi, where fund is being transferred to the farmers. Even we don't have in Kerala MSP structure. Currently at the center and various states procuring much more than what was being procured from the farmers earlier under the MSP and APMC structure. Kerala doesn't have the APMC structure. This year, central government under Nirmala ji and Amit Shah ji has provided lot of fund to establish and strengthen the local agriculture mandis. But that benefit is not coming to Kerala. So, if Kerala has to progress, we need a state government which aligns and helps the central government policies to be implemented in the states. We need a double engine growth mechanism in the state. And therefore, what BJP's policy is, good economics is good politics. Across country, various states, we are winning one state after the another because we believe that government schemes should go to the common man, to the last person, whether it is Pradhan Mantri Awas Yojana or other schemes that I told. They should reach to the common man without corruption, leakages, and to the targeted person. And central government and state governments implement policies of good economics, so that is the reason that BJP is making new strides. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്, അറിവുള്ളവരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന് ആവശ്യം ഇരട്ട ഇഞ്ചിനുള്ള ഒരു സർക്കാരാണ്. 2 ഇഞ്ചിനുള്ള ഒരു സർക്കാർ നമുക്ക് ആവശ്യമുണ്ട്. കേന്ദ്രത്തിലും കേരളത്തിലും ഒരേപോലെ ചിന്തിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരണം. ആ ഒരു സാഹചര്യം, ഇരട്ട ഇഞ്ചിനുള്ളൊരു ഗവൺമെൻറ് വന്നാലേ കാര്യങ്ങൾ സുഗമമായി നടക്കുള്ളൂ. ഒരുപാട് കേന്ദ്ര പദ്ധതികളുണ്ട്. ആയുഷ്മാൻ ഭാരത് ഉണ്ട്, കിസാൻ സമ്മാൻ നിധിയുണ്ട്, കൃഷിക്കാർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതികൾ, ഒട്ടനവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കണം. ഇപ്പം നമുക്കറിയാം, കാർഷിക മേഖലയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ചരിത്രത്തിലില്ലാത്തത്രയും പൈസ നീക്കി വച്ചിരിക്കുന്നു. മണ്ഡികൾ വരെ പുനരുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും ഫണ്ട് കൊടുത്തിരിക്കുന്നു. കൃഷിക്കാർക്ക് സപ്പോർട്ട് പ്രൈസ് താങ്ങുവില കൊടുത്തുകൊണ്ട്
കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ ധാരാളം പണം നീക്കി വച്ചിരിക്കുന്നു. ചരിത്രത്തില്ലാത്ത അത്രയും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വേണം. എത്ര സംസ്ഥാനങ്ങളാണെന്ന് BJP പുതിയതായി ഭരണത്തിൽ വന്നത്? ആ സർക്കാരുകളൊക്കെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. സർക്കാർ ഫണ്ടുകൾ കൃത്യമായി എത്തേണ്ടവരിൽ എത്തുന്നു, അഴിമതിയില്ലാതെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അത് കേരളത്തിലും ചെയ്യണം. കേരളത്തിലും അത്തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് വേണം. ഇരട്ട എഞ്ചിനുള്ള സർക്കാർ, കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കണം. രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നാം പരിഹരിക്കുന്നത് പോലെ കേരളത്തിലും പരിഹരിക്കാൻ സാധിക്കണം. So in the end, friends, I just want to say that BJP is committed to bringing people, young people, women, more empowerment in the political process. We are committed in the center, state, everywhere. New young faces are being given chances. Women are giving chances. We are committed to bring these people in the forefront and limelight. And there is an organizational structure which supports new talent. Democracy is there in the party. This is the way we should go. And what we want is somebody, some government, some structure here which can take the vision of Narendra Modi ji and implement it and take it to the ground. So friends, I request with these words that you must agree that this time Bharatiya Janata Party you will support and work, and this Bharatiya Janata Party is going to form government in Kerala. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. BJPയിൽ ആർക്കും ഉയർന്ന നേതാവാകാം. BJP ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ധാരാളം അവസരം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള വേദികളിൽ മഹിളകൾക്കും യുവജനങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്നു. അങ്ങനെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകും. ആ BJP ഇതാ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇന്നിവിടെ വെച്ച് പ്രതിജ്ഞ എടുത്ത് പിരിയണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റിനെ കേരളത്തിൽ അധികാരത്തിലേറ്റുമെന്ന്. So I will take this message to the center and in the North India and other parts of the India are eagerly waiting. What is the message from the people of Kerala? What they want? Are they with BJP to make this change and committed? Which I see this enthusiasm here. Raise your both hands with me and say, Bharat Mata Ki! Bharat Mata Ki! This message of strong India, strong BJP, Kerala for BJP government, I will surely take this to the center. Thank you very much. കേരളത്തിൽ